നിനക്കെന്താ പറ്റിയേ? ഞാൻ ഭൂമി റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയെടുക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ കൊടുങ്കാറ്റ് കാരണം എന്റെ UFOയുടെ ദശ തന്നെ മാറിപ്പോയി. നിന്റെ കൂടെ ആരെങ്കിലും വന്നിരുന്നോ? ഇവന്റെ കൂടെ ആര് എങ്ങനെ വരാനാ? വന്നാൽ അത് വേറെ ഗ്രഹക്കാരനും ഇവൻ വേറെ ഗ്രഹക്കാരനും അല്ലേ? അവൻ ചോദിച്ചത് ഇവന്റെ കൂടെ തുണയ്ക്ക് ആരെങ്കിലും വന്നോന്നാ. സംശയമുണ്ടോ? ഇല്ല, ഞാൻ തനിച്ചാ വന്നത്. കൂടാതെ UFOയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. അവസാനം നമുക്കൊരു ഏലിയനെ കിട്ടി. ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തി ഫേമസ് ആകും. ഇല്ല, രക്ഷിക്കണേ. ഓടുന്നത് വെറുതെയാണ്. നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഏയ്, കണ്ണ് കണ്ടൂടെ നിങ്ങൾക്ക്? ഇവരാണ് അവർ. എടാ ഡോണ, അവർ ഓടി രക്ഷപ്പെടുകയാണ്. ഓടിക്കോട്ടെന്നേ, ഈ ലോകത്ത് ദിവസവും എത്രയോ പേര് ഓടുന്നു. എടാ, അവരെ എലിയനെയും കൂടെ വിളിച്ചോണ്ടാ ഓടുന്നത്. Follow me. അയ്യോ, എന്റെ സൈക്കിള്! അവര് നിന്റെ സൈക്കിൾ കൊണ്ടുപോയി, ഇനി അത് കിട്ടത്തില്ല. എന്നെ കളിയാക്കിക്കോ. ദേ, നിന്റെ സൈക്കിൾ അടിച്ചോണ്ട് പോണു. അയ്യോ, എന്റെ സൈക്കിൾ തന്നിട്ട് പോ. പട്ടേൽ, വേഗത്തിൽ ചവിട്ട്. എടാ കഴുതേ, നിനക്ക് പട്ടേൽ എന്ന് പറഞ്ഞപ്പോ മനസ്സിലായല്ലോ. വേഗം വിട്ടോ, നമുക്ക് എക്സ്പെരിമെന്റിന് വേണ്ടി ആ ഏലിയനെ പിടിക്കണ്ടേടാ. ഐഡിയ. ട്രക്കിൽ കയറിക്കോ. പക്ഷെ ആ ട്രക്ക് എവിടേക്കാണ് പോകുന്നത്? അത് എവിടെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ, പക്ഷെ ഇവരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. സർദാർ, അവിടെ ഗട്ടറുണ്ട്. അതിലേക്ക് വരുമെന്ന്. പട്ടേൽ, അത് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പിടിച്ചോ, വിടരുത്. നമുക്ക് ഏലിയൻ. അതെ, അത് നമുക്കിട്ട് പണി തന്നു. അതാണ് എന്റെ UFO. അവര് UFOന്റെ അരികിൽ എത്താറായി. വാ വേഗം. UFO കിട്ടിപ്പോയി. ഇനി കീ കണ്ടുപിടിക്കണം. ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. സംശയമുണ്ടോ? ഇതാണ് സർദാറിന്റെ ഡയറ്റ് ഫുഡ്. സലാഡും ഓറഞ്ച് ജ്യൂസും. എടാ, ജ്യൂസ് വേഗം കഴിക്കേ. ജോർദാർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. തീർച്ചയായും. ബണ്ണി എന്റെ ഓറഞ്ച് ജ്യൂസ് കഴിക്കും, ഞാൻ ബണ്ണിയുടേത് കഴിക്കും. അങ്ങനെ സൗഹൃദം വളരും. അതെ, അതാണ് സൗഹൃദം. ഹണിയുടെ എന്റെ സൗഹൃദം ഇങ്ങനെയായിരുന്നു. എങ്ങനെയായിരുന്നു? എന്താളിയാ, നിനക്ക് ഓർമ്മയില്ലേ? ഇപ്പൊ ഓർമ്മപ്പെടുത്തി തരാം.
കിറ്റി ഞങ്ങൾ 5 പേര് ജ്യൂസ് കഴിക്കാൻ പോയി. എന്റെ ജ്യൂസ് കൂട്ടുകാരന് കൊടുത്തു, കൂട്ടുകാരന്റെ ജ്യൂസ് ഹണിക്ക് കൊടുത്തു, ഹണി മറ്റൊരു കൂട്ടുകാരന്, ആ കൂട്ടുകാരൻ എനിക്ക് തന്നു, അപ്പൊ ഞാൻ മറ്റൊരു കൂട്ടുകാരന് കൊടുത്തു. എന്നിട്ട് ആ ജ്യൂസ് അവൻ വേറൊരു കൂട്ടുകാരന് കൊടുത്തു, എന്നിട്ട് ആ ജ്യൂസ് മറ്റൊരു കൂട്ടുകാരന് കൊടുത്തു, എന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് ആ ജ്യൂസ് കഴിച്ചു. വരൂ വരൂ, ഇപ്പൊ നമുക്കും ജ്യൂസ് കഴിക്കാം. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? കുടിക്കേ. ആ എന്റെ അമ്മച്ചി, ആ ഓ എന്റെ അമ്മച്ചി, ഒരുപാട് കഴിച്ചോണ്ടാ. എന്റെ വയറ്. ഈ സൈക്കിൾ എന്താ ചവിട്ടിട്ട് നീങ്ങാത്തെ? നീ എന്തിനാ എന്റെ സൈക്കിൾ കയറിയിരിക്കുന്നേ? നിന്റെ സൈക്കിൾ എടുക്കേ. സണ്ണി ഇത്ര വേഗത്തിലാ സൈക്കിൾ ഓടിക്കുന്നത്? വാ, നമുക്ക് അവന്റെ ഒപ്പം പോകാം. മാറി നിൽക്ക, മാറി നിൽക്ക. എന്തൊരു കാറ്റ്! ഓ, ഓ, ആ, ഓ, എന്റെ കൊട പറക്കുന്നു! രക്ഷിക്കൂ, ഞാൻ പറന്നോണ്ടിരിക്കുകയാണ്. കഴുതേ, തത്ത പറന്നില്ലെങ്കിൽ പിന്നെ കഴുത പറക്കോ? എടാ, ഞാൻ കൊടുങ്കാറ്റിൽ പറന്നോണ്ടിരിക്കുകയാണ്. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഈ ജോർദാർ വളരെ വ്യത്യാസമായിരിക്കുന്നല്ലോ, കണ്ടില്ലേ? സംശയമുണ്ടോ? ആ, അതിനാണെങ്കിൽ 6 കാലുകളുണ്ട്. അത് നമ്മളെ ആക്രമിക്കാൻ വരുന്നെന്നാ തോന്നുന്നേ. ഓടിക്കോ. നമ്മൾ ഇതിനെ കണ്ട് പേടിച്ചതാണോ അതോ ഇത് നമ്മളെ കണ്ട് പേടിക്കുകയാണോ? എന്തായാലും നിങ്ങൾ വന്നത് നന്നായി. ഞാൻ പോയിട്ട് ഒരു ജ്യൂസ് കുടിച്ചിട്ട് വന്നേക്കാം. വേഗമാക്കിറ്റി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ നിനക്കിപ്പോ കാണിച്ചു തരാം. എടാ, വെയിറ്റ് ലിഫ്റ്റിംഗിന്റെ ചാമ്പ്യനാണ് ഞാൻ. കിറ്റിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നിർത്ത, വെറുതെ സമയം പാഴാക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേരും വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്തോ, ആരധികം വെയിറ്റ് പൊക്കുന്നുവോ അവർ കിറ്റിക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. എടാ, ഇതൊക്കെ ഒരു വെയിറ്റ് ആണോ? ഇനി വെയിറ്റ് കൂട്ട. ഇനിയും വെയിറ്റ് കൂട്ട.
കൊള്ളാം മണി, നീ എന്തുമാത്രം പവർഫുൾ ആയിരിക്കാണ്. എടാ, ഇനിയും വെയിറ്റ് കൂട്ടോ. അതെ, കറുത്ത എവിടെങ്കിലും കണ്ടായിരുന്നോ? കറുത്ത എല്ലാരും സുഹൃത്താ, കറുത്തയെ തന്നെ കളിയാക്കാണോ? അല്ല അല്ല ലളിതേ, അത് ശരി, എന്നെ ലളിത എന്ന് പറയാണോ? ഞാനെന്താ പെണ്ണാണോ? ഞാൻ പറയുന്ന കേക്ക്, നീ ആൺകുട്ടിയാണ്, നല്ല ഊശിലുള്ള ആൺകുട്ടി. ഔ, ഒരു വട്ടന്റെ അടുത്ത് പ്രശ്നമുണ്ടാക്കിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് തനിക്ക് അറിയാമോ? എന്താ സംഭവിക്കാ? ഇങ്ങനെ സംഭവിക്കും. എന്റെ അമ്മോ, ഓടിക്കോ, അല്ലെങ്കിൽ വടി പോക്ക. നിക്ക്. ആൺവീട്ടുകാര് കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഹലോ, എന്നെ സ്വാഗതം ചെയ്യുന്നില്ലേ? അവന്റെ വീട്ടുകാര് തന്നെയാ, അടിക്കവനെ. അറിയാതെ നിങ്ങളടുത്ത് ചോദിച്ചു പോയതാണ്. ഓടിക്കോ. ഹണി എല്ലാവരുടെയും മുന്നിൽ, എല്ലാവരും ഹണിയുടെ പിന്നിൽ. ഇന്നെന്റെ പണി തീരും. ഓടിക്കോ. കൊച്ചളിയ 100 വളരെ കൂടുതലാ. ബാക്കി നമുക്ക് നാളെ ചെയ്താലോ? വാവ്, നിങ്ങൾ എന്തുമാത്രം ഫിറ്റ് ആണ്. അതെ, ഞങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കുന്നവരാ. വ്യായാമം ചെയ്യും, നല്ല ആഹാരം കഴിക്കും, സമയത്തിന് കിടന്ന് ഉറങ്ങും. എനിക്കും കൂടി ഫിറ്റ് ആവണം. വെരി ഗുഡ്. ഇന്ന് മുതൽ ഞങ്ങളോടൊപ്പം കൂടിക്കോ. ഞങ്ങൾ ചെയ്യുന്നത് കണ്ടുപഠിക്കേ. മനസ്സിലായോ? ഓക്കേ. അല്ല, ഇവന്മാരുടെ കൂടെ ദിവസം ഇവള് കൂടുകയാണെങ്കിൽ പിന്നെ എപ്പോഴായിരിക്കും എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാ? ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇന്നെന്തായാലും ശരി, കാക്ക മലന്ന് പറക്കും. നീ ഒരു കഴുത തന്നെയാ. കാക്ക മലർന്നും പറക്കും, തിരിഞ്ഞും പറക്കും. നീ കണ്ടിട്ടില്ലാത്തോണ്ടാ. ഗുഡ് ജോക്ക്. നീ കാര്യം പറഞ്ഞേ. ഇന്നെന്താ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം? സംശയമുണ്ടോ? നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുക. അത് വേണ്ട, അതിന്റെ ആവശ്യം നിനക്കെന്താ ഉള്ളത്? ആ, നീ ഇപ്പോൾ തന്നെ നല്ല ഫിറ്റ് ആണ്. അതെ അതെ, നിന്നെ പോലെ ഒരു ഫയൽവാന് ഇതിന്റെ ആവശ്യമേ ഇല്ല. കിറ്റി, വന്നോട്ടെ. നിങ്ങൾക്കറിയില്ലേ, ഒരുമയോടെ ജീവിച്ച എന്നും സന്തോഷം ഉണ്ടാവും. രാവിലെ പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ഫ്രഷ് ആയിട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ എല്ലാവരും കണ്ണടച്ചുകൊണ്ട് ധ്യാനം ചെയ്യാൻ തുടങ്ങാം. എന്താ പറ്റിയത്? വാഷ്റൂം എവിടെയാ? ആരുടെയാ? ഞങ്ങളുടെയാണോ അതോ നിന്റെയാണോ? നിങ്ങളുടേതോ? അത് താഴെയാണ്. നിക്ക് സണ്ണി, ഞാനേ വരാം. ഹായ്, പെർഫ്യൂം. ഈ പെപ്പർ സ്പ്രേ ആരെവിടെ കൊണ്ടുവന്നത്?
ഇതാരെങ്കിലും സ്പ്രേ ചെയ്ത് അവന്റെ പണി തീരും. ഇത് സണ്ണിയുടെ പണി തന്നെ. കിറ്റിയുടെ മുന്നിൽ നമ്മളെ കൊച്ചാക്കി അവൻ ആളാവാൻ നോക്കുക. അവനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. അല്ല ഇതെന്ത് മസാലയാണ്? കന്നാ സാറിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. ഓ മുത്തശ്ശി നാട്ടിൽ നിന്ന് കൊടുത്തയച്ച മസാലയായിരിക്കും. കൊള്ളാം, എന്തൊരു വാസനയാണ്. സംശയമുണ്ടോ? കന്നാസാറിന്റെ വീട്ടിൽ നിന്നാണ് മസാല കൊണ്ടുവന്നത്. അദ്ദേഹത്തിനും കൂടെ കൊടുക്കാം. ഞാൻ കൊടുത്തിട്ട് വന്നേക്കാം. എന്റെ അമ്മോ, വായിക്കൂടെ വെള്ളം ഊറുക. ജോർദാറെ കുറച്ചും തന്നെ. പട്ടൂരയും കൂടെ ഒന്നും ഉണ്ടാക്കട്ടെ. അതിനോടൊപ്പം നമുക്ക് പിന്നെ കഴിക്കാം. ആദ്യം ശകലം ഒന്ന് തന്നേക്ക്. സംശയമുണ്ടോ? നിക്ക് ഞാൻ എത്തിപ്പോയി. സമയത്തിന് കൊണ്ടുപോയി കൊടുത്തു. കന്നാ സാർ ആഹാരം കഴിക്കാൻ തുടങ്ങുമായിരുന്നു. ഇപ്പോ നമുക്ക് കഴിക്കാം. ആ എന്റെ അമ്മോ, വല്ലാത്ത എരിവ്. എന്റെ അമ്മോ, എന്റെ അമ്മച്ചി. വാളും കൊടുത്തോടാ. ഒന്ന് പെട്ടെന്ന് എടുക്കണ ഇങ്ങോട്ടെ. മിണ്ടി പോകരുതോ. ഞങ്ങളെ പേടിപ്പെടുത്തണോ? അയ്യോ, പിടിക്കടാവനെ. എവിടെയാണോ പോകുന്നത്? നിൽക്ക. എടാ നിൽക്കടാ അവിടെ. ഇനി എങ്ങനെ നീ രക്ഷപ്പെടും? എടാ, നിൽക്കാനാ പറഞ്ഞ. നിന്നെ വിടുക ഞങ്ങള്. നിൽക്ക. കുടുങ്ങിയല്ലോ. ഇനി എങ്ങനെ രക്ഷപ്പെടും? ഇനി നീ എവിടെ പോയി രക്ഷപ്പെടുവടാ? ഐഡിയ. ഓ ഓ ഞാൻ രക്ഷപ്പെട്ടേ. അയ്യോ കുഴി. എന്താ നോക്കുന്നത്? ഇങ്ങനെ ഇരുന്ന ആരെങ്കിലും റാഞ്ചി കൊണ്ടുപോകും. മൂത്തവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? കുരുത്തം കിട്ടവനെ. അത്രയ്ക്കായോ? ഞാൻ പറയുന്ന കാര്യം ആദ്യം കേൾക്ക്. ഞാൻ കേൾക്കുന്നില്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ കേട്ടാൽ നീ ഇവിടുന്ന് പറക്കും. ഐഡിയ. എന്റെ അമ്മോ, ചൂട്! എന്തൊരു ചൂടാ!
ഇനി എങ്ങാനും നിന്നെ ഇവിടെ കണ്ട എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം